ശ്രീ കുഞ്ഞുകണ്ണൻ, ഒറ്റക്കാര്യം, ഇത്തരം വാദഗതികളെ ആസ്വദിക്കുന്ന ഒരു വിഭാഗം സ്വന്തം താല്പര്യത്തിനായി കോൺഗ്രസിനുള്ളിലുണ്ട്. പക്ഷേ ഇത് സമൂഹം എന്ന നിലയിൽ കേരളത്തിൽ ഉയർത്തുന്ന ആഘാതത്തെ സംബന്ധിച്ചുള്ള ആശങ്കകളാണ് താങ്കളടക്കമുള്ളവർ പങ്കുവച്ചത്. ഈ എന്താണ് മെയ് 4-ന് ആരാണ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കണ്ടറിയാൻ കാത്തിരുന്ന് കാണാം. ഇത് മൊത്തം സാങ്കല്പിക കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കമാണ്. പക്ഷേ അത് ബി റജി അംഗീകരിക്കുന്നുണ്ട്, സാങ്കല്പികമാണത്. പക്ഷേ ഇവിടെ പാണക്കാട് തങ്ങളുടെ ചോദ്യത്തെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്. ഇല്ല, ഷാദിഖലി ശിഹാബ് തങ്ങൾ കുറെ കൂടി വിവേകം കാണിക്കേണ്ടിയിരുന്നു. അദ്ദേഹം കുറച്ചുകൂടെ പക്വതയോടുകൂടി അഭിപ്രായം പറയേണ്ടിയിരുന്നു. ഇവിടെ സജീവ് സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരുകളും വടംവലികളൊക്കെ വലിയ രീതിയിൽ മുന്നണിയെ ബാധിക്കുമെന്ന് വന്നപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ശിഹാബ് തങ്ങളൊക്കെ ഇടപെട്ട ഒരു ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എത്ര ഔചിത്യപൂർവ്വമാണ് അവർ ചെയ്തത്. അവർക്ക് ആ രീതിയിലുള്ളൊരു വിവേകത്തിന്റെ ഒരു സമീപനം, ഒരു വിവേകപൂർവ്വമുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അജിംഷാദ് ഈ ചർച്ചയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, ജമായത്തെ ഇസ്ലാമി ആവേശിച്ചിരിക്കുന്ന, അത് പിടികൂടിയിരിക്കുന്ന ഒരു മുസ്ലിം ലീഗാണ് നമ്മുടെ മുമ്പിലുള്ളത്. മുസ്ലിം ലീഗിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ രാഷ്ട്രീയ ഇസ്ലാമിസത്തിനെതിരാണെന്ന് എനിക്കും സജീവനും വ്യക്തിപരമായിട്ടറിയാം. ഞങ്ങൾ അവരെയൊക്കെ വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളുകൾ. പക്ഷേ 10 വർഷക്കാലം ഭരണമില്ലാതെ UDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം. ഇതേ അനുഭവമാണ് അജിംഷാദെ. ഞാനൊരു അധികരിച്ച ഉദാഹരണം പറയുകയാണ്. പഞ്ചാബിൽ സിഖ് മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അകാലിദൾ. ആ അകാലിദള് കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ അകാലിദളിന്റെ സാമൂഹ്യ അടിത്തറയായിരിക്കുന്ന സിഖുകാരെ അകാലിദളിൽ നിന്ന് അകറ്റാനും അകാലിദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ അസ്ഥിരീകരിക്കാനുമായിട്ട് ഭീന്ദ്രൻവാലയെ ഇന്ദിരാഗാന്ധി കൂട്ടുപിടിച്ചത്. ആ കാലത്തെ അങ്ങേറ്റം നിരുത്തരവാദപരമായ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി ഓപ്പറേഷനിലേക്കൊക്കെ പോയെന്നതും പിന്നീട് അത് കോൺഗ്രസിന് തന്നെ വലിയ നഷ്ടമായി. ഇന്ദിരാഗാന്ധിയുടെ ജീവൻ തന്നെ രാജ്യത്തിന് നഷ്ടപ്പെടുന്നതിലേക്ക് കലാശിച്ച ആത്മഹത്യാപരമായ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത് അത്തരം ഒരു നിലപാട്. ആ നിലപാട് സതീശന്റെ ഒരു ഓപ്പറേഷനാണ്, ഒരു സ്ട്രാറ്റജിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ലീഗിന് കുറച്ചും കൂടെ റിലീജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നല്ല അർത്ഥത്തിലല്ല. റിലീജിയസ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉത്പാദിപ്പിച്ചു വിടുന്ന ഒരു റിലീജിയൻ ഉണ്ട്. അത് യഥാർത്ഥ ഇസ്ലാമോ യഥാർത്ഥ ഹിന്ദുവോ യഥാർത്ഥ യഹൂദോ ഒന്നുമല്ല. സയനിസം പോലെ ഇവിടുത്തെ ഹിന്ദുത്വം പോലെ അതിന് സമാനമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ അണികൾക്കിടയിൽ കുറച്ച് രാഷ്ട്രീയ ഇസ്ലാമിസം സംഭാവന ചെയ്യാൻ, ആ രാഷ്ട്രീയ ഇസ്ലാമിസത്തിന്റെ വിഭജന യുക്തികളിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോ ലീഗിന്റെ പല നേതാക്കളും സംസാരിക്കും. തീർച്ചയായും അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂടിച്ചേരലും. അത് പഞ്ചാബിന്റെ ഉദാഹരണം വെച്ച് താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ അന്തിമ വാക്കും.